സാങ്കേതിക സർവകലാശാല ബജറ്റ് പാസായി. ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ യോഗത്തിൽ ബജറ്റ് പാസാക്കിയെന്നും ഇനി 3 മാസം ഫണ്ട് ചെലവഴിക്കാൻ കഴിയുമെന്നും സർവകലാശാല VC ഡോക്ടർ സിസ തോമസ് പറഞ്ഞു. PhD അവാർഡിനെ സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനം എടുത്തതായി VC അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 2024 ലാസ്റ്റ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയിരുന്നില്ല. അതിവിടെ വെച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് യൂണിവേഴ്സിറ്റി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യലായിട്ട്. അത് ഇനിയുള്ള 3 മാസമെങ്കിലും നമുക്ക് ആ ഫണ്ട് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. ഒരുപാട് പേരും പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിരുന്നു, അല്ലാതെ ഒരുപാട് പേര് പങ്കെടുത്തു. ഹാൻസ് ജോൺ ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, എന്തായാലും ഈ ശമ്പളം പോലും നൽകാൻ പറ്റുമോ എന്ന ആശങ്കയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കുറേ നാളുകളായി തന്നെ ബജറ്റ് ക്വാറം തികയുന്നില്ല എന്ന തരത്തിലൊക്കെ ബജറ്റ് പാസ്സാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ ബജറ്റ് പാസ്സായിരിക്കും. രുചീഷ്, ഈ VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി. പിന്നാലെ മറ്റു കാര്യങ്ങളിലും സമവായത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി, ഏകദേശം 1 വർഷത്തോളമായി ബഡ്ജറ്റ് പാസ്സാകാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമൂലം സർവകലാശാല നേരിട്ടത്. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നതിന് ശേഷം വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ശമ്പളമടക്കം നൽകിയത്. 2 മാസത്തെ ശമ്പളമൊക്കെ പെൻഡിങ് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആദ്യഘട്ട ഒരു അപ്രൂവൽ ബഡ്ജറ്റിന് നൽകിയെങ്കിലും ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇതുവരെയും ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ VC സിസ തോമസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അവസാനമായി ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ചേർന്നത്. 1 വർഷത്തിനപ്പുറം പുതിയ VCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരുന്നു. അടിയന്തര യോഗമാണ് ചേർന്നത്. ഓൺലൈനായിട്ടാണ് ചേർന്നത്. ഗവർണർ നേരിട്ട് പങ്കെടുത്തു. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിൽ MLA-മാരടക്കമുള്ളവർ വിട്ടുനിന്നതിനെ തുടർന്ന് ക്വാറം തികഞ്ഞില്ല, ബഡ്ജറ്റ് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു. 23 അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ക്വാറം തികയാൻ 1/3 ആളുകൾ പങ്കെടുക്കണമെന്നാണ് ഉണ്ടായിരുന്നത്. അത് തികഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ബഡ്ജറ്റ് പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സിസ തോമസ് കരുതുന്നത്. രുചീഷ്.